കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ വീട്ടിൽ തുടരെ പാമ്പുകളെ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പും സർപ്പ വിദഗ്ധരുമെത്തി പരിശോധന നടത്തി. വീടിന്റെ കിടപ്പുമുറിയിലുള്ള ശുചിമുറിയോട് ചേർന്ന് കണ്ട വിള്ളലിനുള്ളിൽ പാമ്പുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ ശുചിമുറിയിലെ ടൈലുകൾ ഇളക്കിയും വീടിന്റെ തറ ഇളക്കിയുമാണ് പരിശോധന നടത്തിയത്. വെള്ളിക്കുളങ്ങര സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ജോബി ജോസഫ്, വെള്ളിക്കുളങ്ങര ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രഞ്ജിത് രാജ്, സർപ്പ ടീം ലീഡർ ജോജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പരിശോധനയിൽ പാമ്പിനെ കണ്ടെത്താനായില്ല. തറ കൂടുതൽ ഇളക്കിയാൽ വീടിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന അവസാനിപ്പിച്ചു. വനം വകുപ്പിന്റെ നിരീക്ഷണം തുടരും. ഇന്നലെ വൈകിട്ടും രാത്രിയിലുമായി 2 പാമ്പുകളെ വീടിനുള്ളിൽ കണ്ടെത്തിയിരുന്നു. ഇതുവരെ 5 പാമ്പുകളെ വീടിനകത്ത് നിന്ന് കിട്ടിയിരുന്നു. ഞാൻ അന്ന് തന്നെ സംഭവിച്ച രാത്രി തന്നെ അന്ന് മൊത്തം ഞാൻ പരിക്കിച്ചിട്ട് 3 ടോർച്ചടിച്ച് മൊത്തം നോക്കി ബീച്ചിൽ കൊണ്ട് എല്ലാം തെളിച്ച് പിന്നാലെ ഇങ്ങനെ വരുമ്പോഴേ മിനിയാന്നും കണ്ടു, ഇന്നലെ 2 കണ്ടു. വരുമ്പോൾ നമുക്ക് അവനിപ്പോൾ പെട്ടെന്ന് റെഡിയായി വന്നാലും നമുക്ക് കൊണ്ടുവന്ന മനസ്സമാനത്തോടുകൂടി കിടക്കാം. ഇന്നലെ 2 കണ്ടതിന് ശേഷം ഇന്ന് രാവിലെ നമ്മൾ വന്ന് ഫൗണ്ടേഷനൊക്കെ പൊളിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് നമുക്കൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പൊളിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് വീടിന് മൊത്തത്തിലായിട്ട് പൊളിക്കേണ്ടതായിട്ട് വരും ഇനി നോക്കണമെങ്കിൽ തന്നെ. അപ്പോൾ ഇപ്പം നമ്മൾ ബാത്റൂമിലെ ടൈല് ഇളക്കി നോക്കിയിട്ടുണ്ട്, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അത് സീൽ ചെയ്യാന്നുള്ളതാണ്. മൊത്തത്തിൽ ഇനി പാമ്പ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഹോളുണ്ടെങ്കിൽ സീൽ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. പാമ്പുകളെ കാണപ്പെട്ട വീടിന്റെ തറയ്ക്കുള്ളിലുണ്ടെന്ന് കരുതുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാനായി വീടിന്റെ തറയ്ക്ക് ചുറ്റും കോൺക്രീറ്റ് ഇട്ട് പഴുതുകൾ അടയ്ക്കാനും വീടിനുള്ളിലേക്ക് പാമ്പുകൾ ഇഴഞ്ഞെത്താൻ സാധ്യതയുള്ള പഴുതുകൾ പൂർണ്ണമായി അടയ്ക്കാനുമാണ് വനം വകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇനി പാമ്പു ശല്യം ഉണ്ടാകില്ലെന്നാണ് അധികൃതരുടെ നിരീക്ഷണം. TCV ന്യൂസ്, കൊടകര.